നമസ്കാരം. രണ്ട് സമുദായ നേതാക്കളാണ് ഇപ്പോൾ കളം നിറഞ്ഞ് നിൽക്കുന്നത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർക്ക് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാകുന്നില്ല. വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയതുമായി ബന്ധപ്പെട്ട് കുറെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം SNDP സംരക്ഷണ സമിതിയോ അങ്ങനെ ഒരു സംഘടന ഇത് തിരിച്ചു വാങ്ങണം, ഇദ്ദേഹം പത്മ അവാർഡിനെ അവഹേളിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം എത്ര പണം കൊടുത്തിട്ടാണ് ഇത് കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. പിന്നെ എനിക്ക് വേണമെങ്കിൽ പണ്ടേ പത്മഭൂഷണോ പത്മവിഭൂഷണോ ഭാരത് രത്നയോ ഒക്കെ കിട്ടിയേനെ എന്നാണ് ചങ്ങനാശ്ശേരി പോപ്പ് ജി സുകുമാരൻ നായർ പെരുന്നയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത്. മാത്രമല്ല പോപ്പ് വേറൊരു കാര്യവും പറഞ്ഞു. VD സതീശന്റെ ദൂതൻ രഹസ്യമായി വന്ന് കണ്ടു, എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ചില ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കിട്ടാണ് അടി കൊടുക്കേണ്ടത്. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും. ഇവരെയൊക്കെ താങ്ങി നിൽക്കുന്നത് എന്തിനാണ്? ഇവർക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? എന്ത് രാഷ്ട്രീയ ബോധമാണ് ഇവർക്കുള്ളത്? ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന സമുദായ അംഗങ്ങളുടെ എണ്ണമൊക്കെ വിരൽ എണ്ണാവുന്നത് മാത്രമേ കാണൂ. ഇവരുടെയൊന്നും ഭാര്യമാരോ മക്കളോ പോലും ചിലപ്പോൾ വോട്ട് ചെയ്യില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയായിട്ട് കാലം കുറയായി. ഈ സമുദായ നേതാക്കന്മാരെയും അല്ലെങ്കിൽ അരമനയിൽ പോയി മതമേലധ്യക്ഷന്മാരെയും ഒക്കെ കണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ രാഷ്ട്രീയക്കാരന്മാർ മണ്ടന്മാരാണ്, അല്ലെങ്കിൽ ഇവർക്ക് നല്ല അടിയുടെ കേടാണ്. ഇവരെയൊക്കെ താങ്ങി നിന്ന് അവരൊക്കെ ഓരോ പ്രസ്താവനകളും ഇറക്കി, ഓരോ തോന്നിയാസങ്ങളും കാണിച്ച് അല്ലെങ്കിൽ തോന്നിയാസങ്ങളും പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ കൂടെയാണെന്ന് പറയുന്നു, സമദൂരമാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ BJPക്ക് എതിരെ പറയുന്നു, BJPക്ക് അനുകൂലമായി പറയുന്നു, മോദിയെ ചീത്ത വിളിക്കുന്നു, പിന്നീട് മോദിയെ അഭിനന്ദിക്കുന്നു. ഇവർക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, സമുദായത്തിന്റെ എണ്ണമൊക്കെ മാറ്റിവെക്കുക, ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ സമുദായങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടായി എന്നത് തന്നെ നമ്മുടെ രാഷ്ട്രീയ പരാജയമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഒരു വെല്ലുവിളിയായിട്ട്, നാണക്കേടായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. ഇവർ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. ഈ NSS എന്ന് പറയുന്ന ഈ വലിയ സംഘടന കേരള സംസ്ഥാന ബജറ്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തുകയുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന NGO ആണ്, അല്ലെങ്കിൽ സമുദായ സംഘടനയാണ്. ഇവർ ഇവിടുത്തെ നായർ സമുദായത്തിന് വേണ്ടി എന്തു ചെയ്തു? ഇവിടുത്തെ പാവപ്പെട്ട എത്ര നായർ യുവാക്കൾക്ക് ഇവർ തൊഴിൽ കൊടുത്തു? SNDP ആണെങ്കിൽ ഏതൊക്കെ വിദ്യാലയങ്ങളിൽ ആൾക്കാർക്ക് ജോലി കൊടുത്തു, പണം വാങ്ങാതെ ജോലി കൊടുത്തു, അർഹതയ്ക്കുള്ള അംഗീകാരം എത്ര പേർക്ക് കൊടുത്തു? പാവപ്പെട്ട സമുദായ അംഗങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കാനായിട്ട് ഒരു ആന്റി വരാറുണ്ട്. അപ്പം അവർ തീരെ പാവപ്പെട്ട ഒരു വീട്ടിലെ സ്ത്രീയാണ്. അപ്പം അവരോട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അവരുടെ ഒരു ബന്ധുവിന് അസുഖം വന്നപ്പോൾ, അവർക്ക് ആരുമില്ല, ഒരു സ്ത്രീയാണ്, അസുഖം വന്നപ്പോൾ അപ്പം ഈ ശാഖയും സംവിധാനങ്ങളും അങ്ങനെയുള്ള സമുദായ സംഘടനകളൊക്കെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചു. അയ്യോ മോനെ, അതൊന്നും ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, അവരാരും അന്വേഷിക്കുന്ന പോലും ഇല്ല എന്നുള്ള ഒരു മറുപടിയാണ് ആ സ്ത്രീ പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ സമുദായങ്ങളുടെയും കഥ. ഇവർക്കൊക്കെ രാഷ്ട്രീയം കളിക്കാനും പണമുണ്ടാക്കാനും തോന്നിയാസം കാണിക്കാനും ഒക്കെ തന്നെ ഇതുപോലെ പത്രസമ്മേളനം നടത്തി ഷോ കാണിക്കാനും ഒക്കെയായി കേരളത്തിന്റെ ആ ഒരു രാഷ്ട്രീയ അവസ്ഥ മാറിയിരിക്കുന്നു. അതിനൊക്കെ തന്നെ വളം വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരാണ്. ഇവർക്ക് ഇവർ പറയുന്ന രീതിയിൽ മന്ത്രിമാരെ കൊടുക്കുക, താക്കോൽ സ്ഥാനം ഓർമ്മയില്ലേ? രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനം തിരുത്തണം എന്ന് സുകുമാരൻ നായർ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ ഈ സമുദായങ്ങൾക്ക് ഇത്ര മന്ത്രിമാരെ കിട്ടിയില്ല. അതുപോലെ മുസ്ലിം സമുദായം IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 5-ാം മന്ത്രി, ജാതി മതം നോക്കി മന്ത്രിമാരെയും ഒക്കെ വിഭജനം വെച്ച് ഇത്തരത്തിൽ ഇവരുടെ കാല് കഴുകി പാദസേവ ചെയ്ത് കഴിയുന്ന രാഷ്ട്രീയക്കാരെ ഓർത്ത് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ്. അതനുസരിച്ച് ഇവർ ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ട് ഓരോരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രഹസ്യ ദൂതൻ വന്ന് കണ്ടു, അവർ കണ്ടു, ഇവർ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിച്ച് വലിയ ആളാകാനായിട്ട്, മാധ്യമങ്ങളിൽ വലിയ ആളാവാനായിട്ട് ശ്രമിക്കുന്നു. മാധ്യമങ്ങളും ഇവരുടെ പുറകെ പോകുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യ സംവിധാനത്തിൽ നടന്നു വരുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ നല്ല സ്ഥാനാർത്ഥികൾക്ക് സത്യം പറഞ്ഞാൽ പാർട്ടിയോ ചിഹ്നമോ പോലും നോക്കാതെ വോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ മറ്റു രാജ്യങ്ങളിലെ വോട്ടിംഗ് സംവിധാനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ. അവിടെയൊക്കെ പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരെ പോലും, ജയിക്കുന്നവരെ പോലും മന്ത്രിമാരാക്കുന്ന സംവിധാനമുണ്ട് സ്വിറ്റ്സർലൻഡിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു. അവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മന്ത്രിമാർ നല്ല യോഗ്യതയുള്ള മന്ത്രിമാർ ഭരണ രംഗത്തേക്ക് കടന്നു വരുന്നു. എല്ലാവരും ഒരുമിച്ചാണ്. തെരഞ്ഞെടുപ്പ് വരെയുള്ള ആ ഒരു രാഷ്ട്രീയ ബലാബലം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നാടിന്റെ വികസനത്തിന്, നാടിന്റെ നന്മയ്ക്ക്, ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് അവർ ഒത്തുചേർന്ന് പ്രവർത്തിക്കും.
ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് എന്ന മേയർ ആസൂത്രണം ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, BJP-യുടെ കൗൺസിലർമാർ മാത്രമല്ല, ഞങ്ങൾ 101 കൗൺസിലർമാരുടെ ഒരുമിച്ച് ചേർന്ന് നഗര വികസനത്തിന്, നഗരത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തെടുക്കും എന്ന് പറയുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജനകീയമായ വികസനത്തിന്റെ പുരോഗതിയുടെ കാഴ്ചപ്പാടുകൾ. ഇത് ചുമ്മാ ഇട്ട് തല്ലി വിടുപ്പലക്കി രാഷ്ട്രീയം കളിച്ച് ജാതിയും പറഞ്ഞ് മതവും പറഞ്ഞ് അവാർഡ് കിട്ടിയതും പറഞ്ഞ് കിട്ടാത്തതും പറഞ്ഞ് അവാർഡ് പിൻവലിക്കണമെന്നും പറഞ്ഞ് ദൂതൻ വന്ന് കണ്ടു എന്നും പറഞ്ഞ് രാഷ്ട്രീയക്കാരെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. അവർ കളിക്കാൻ കുരങ്ങന്മാരായി നിന്നു കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ അവസ്ഥ. എത്ര കഷ്ടമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ.